ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. 10ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടാവും. എല്ലാവരും നന്നായി തന്നെ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. മക്കളെ, നമ്മുടെ 10ാം ക്ലാസ്സിൽ ആദ്യം നമ്മൾ നേരിടാൻ പോകുന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന സെപ്റ്റംബർ മാസം നടക്കാൻ പോകുന്ന ഓണപ്പരീക്ഷയാണ്. നമ്മുടെ ഫിസിക്സിനകത്ത് എന്തായാലും ഓണപ്പരീക്ഷയ്ക്ക് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഉറപ്പാണ്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പകുതിയോളം ഉണ്ടാവാനും ഒരു സാധ്യതയുണ്ട്. സോ ഈ പറയുന്ന ചാപ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരാതി പറയുന്ന, എത്ര പഠിച്ചാലും ഒരു കോൺഫിഡൻസ് വരുന്നില്ല എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ഫിസിക്സിലെ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അത് ഈ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഏറ്റവും കുഴപ്പിക്കുന്ന ഫാക്ടർ ഈ ചാപ്റ്ററിനകത്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. എത്ര പഠിച്ചിട്ടും ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് പല കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനകത്തുള്ള ഫോമുലാസ് മാറിപ്പോകുന്നു, ചെയ്തു വരുമ്പോൾ ഉത്തരം തെറ്റിപ്പോകുന്നു, യൂണിറ്റുകൾ മാറിപ്പോകുന്നു, യൂണിറ്റ് കൺവേർഷൻ ശരിയാവുന്നില്ല. അങ്ങനെ പല പല കൺസേൺസ് ആണ് മെജോറിറ്റി മക്കൾ എന്നോട് പേഴ്സണലായിട്ടും ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ കൺവേ ചെയ്യുന്നത്. സോ ഈ പറയുന്ന ന്യൂമറിക്കൽസിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷനാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു വെച്ചാൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഒരിക്കലും പാതി വെച്ച് പോകരുത്. രണ്ടാമത്തെ കാര്യം, ഇത് ചുമ്മാതൊരു മോട്ടിവേഷണൽ വീഡിയോ ഒന്നുമല്ല. സോ അതിനാൽ തന്നെ കയ്യിൽ ഒരു A4 ഷീറ്റോ ഒരു നോട്ട്ബുക്കോ വെച്ച് മാത്രം ഈ വീഡിയോ കണ്ടു തുടങ്ങുക. കാരണം ഈ ചാപ്റ്ററിനകത്തുള്ള എല്ലാ ടോപ്പിക്കുകളും, അതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ന്യൂമറിക്കൽസും അതിൻ്റെ ഫോമുലാസും യൂണിറ്റുകളും എല്ലാം വിശദമായിട്ടാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോവുകയാണ്. ഒരു ചോദ്യം വന്നാൽ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്ന പ്രോപ്പർ പ്രൊസീജിയറും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. റൈറ്റ്. സോ ഈ ചാപ്റ്ററിൽ ആദ്യത്തെ ടോപ്പിക്, നമ്മുടെ ചോദ്യ പേപ്പറിൽ ന്യൂമറിക്കലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം. ഇതാണ് ടോപ്പിക്കിൻ്റെ പേര്. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഫോമുല, ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഫോമുല എന്ന് പറഞ്ഞാൽ V=W/Q. ഇതാണ് ഫോമുല. അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ ഫോമുലയാണ് V=W/Q. ഇതിനകത്തുള്ള ഓരോ പാരാമീറ്റേഴ്സും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയാണ്. ക്യു എന്ന് പറഞ്ഞാൽ ചാർജാണ്. ജസ്റ്റ് ആ ഫോമുലയ്ക്കകത്തുള്ള ഈ പാരാമീറ്റേഴ്സും മാത്രം നിങ്ങൾ അറിഞ്ഞാൽ പോരാ, മറിച്ച് അതിൻ്റെ യൂണിറ്റുകൾ കൂടി നിങ്ങൾക്ക് തറവായിരിക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടാണ്. വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂളാണ്. ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൂളോംബാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ ഏവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാവുന്നതാണ്. സോ ഈ ഫോമുല ഒന്ന് മനസ്സിൽ അങ്ങ് ഉറപ്പിച്ച് വെക്കുക, പേപ്പറിൽ അങ്ങ് എഴുതി വെക്കുക. അടുത്ത ടോപ്പിക്, നമുക്ക് ന്യൂമറിക്കൽ എക്സ്പെക്ട് ചെയ്യാവുന്ന അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജൂൾസ് ലോ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഈ ജൂൾസ് ലോയിൽ നിന്നാണ്. സോ എങ്ങനെ അതിൽ നിന്നുള്ള ഫോമുലാസ് നമുക്ക് ക്രാക്ക് ചെയ്യാം? അതിനകത്ത് പ്രധാനമായും 3 ഫോമുലാസ് ആണുള്ളത്. ഒന്നാമത്തെ H=I²RT, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫോമുല. അടുത്ത H=V²/R×T. അടുത്ത് മൂന്നാമത്തെ H=VIT. ഈ 3 ഫോമുലാസ് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. ജൂൾസ് ലോ എന്ന് കേട്ടാലേ ഈ 3 ഫോമുലാസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതിനകത്തുള്ള ഓരോ പാരാമീറ്റേഴ്സ് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ H ആണ്. H എന്ന് പറഞ്ഞാൽ ഹീറ്റ് അഥവാ താപമാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ I നമുക്കറിയാം കറണ്ട് ആണ്. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. അതുപോലെ തന്നെ R എന്ന് പറഞ്ഞാൽ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് ആണ്. T എന്ന് പറഞ്ഞാൽ ടൈം, സമയമാണ്. ഇനി അടുത്തത് ഇവയുടെ യൂണിറ്റുകൾ കൂടി നമുക്ക് പരിശോധിക്കാം. എച്ചിൻ്റെ യൂണിറ്റ്, ഹീറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ജൂളാണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടാണ്. അടുത്തത് സമയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. കാരണം ഈ പൊതുവെ നമ്മുടെ സമയമൊക്കെ ചോദ്യങ്ങളിൽ നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി മണിക്കൂറിലൊക്കെ തരാറുണ്ട്, ഹവേഴ്സിലൊക്കെ തരാറുണ്ട്, മിനിറ്റുകൾ തരാറുണ്ട്. അങ്ങനെ തരുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റായ സെക്കൻഡിലോട്ട് നിങ്ങൾ ഏവരും കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. സോ ഇതാണ് ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട ഫോമുലാസും അതിൻ്റെ യൂണിറ്റുകളും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. പ്രതിരോധങ്ങളുടെ ഘടനയാണ്. പ്രതിരോധങ്ങളെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് കമ്പൈൻ ചെയ്യാം എന്ന കാര്യം എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. 2 രീതിയിലാണ് നമുക്ക് റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യാൻ സാധിക്കുക. സീരീസ് കോമ്പിനേഷനും അതുപോലെ തന്നെ പാരലൽ കോമ്പിനേഷനും. ശ്രേണി രീതിയും അതുപോലെ തന്നെ സമാന്തരമായ രീതിയും. ഈ 2 രീതിയിലാണ് റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യാൻ സാധിക്കുക. ഓരോന്നിനെയും നമുക്ക് വ്യക്തമായി വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം സീരീസ് കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാലയിലെ മുത്തുകൾ പോലെ റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുക. സോ അതിനകത്തുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ R effective
അഥവാ ആറിൻ്റെ റെസിസ്റ്റേഴ്സിൻ്റെ സഫല പ്രതിരോധം എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്രണ്ണം. സോ R എഫക്റ്റീവ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് ഡോട്ട് പ്ലസ് RN. ഈ രീതിയിൽ നമുക്ക് എടുക്കാം. സപ്പോസ് എല്ലാ പ്രതിരോധങ്ങളും തുല്യമായ പ്രതിരോധങ്ങളാണ്, എല്ലാ റെസിസ്റ്റേഴ്സും ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഫോർമുലയിൽ വളരെ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. R എഫക്റ്റീവ് അഥവാ സഫല പ്രതിരോധം ഈക്വൽ ടു NR. അത് പഠിച്ചു വെച്ചാൽ മതി. N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്, എത്ര പ്രതിരോധങ്ങളുണ്ട് ആ എണ്ണമാണ് N എന്ന് പറയുന്നത്. സോ NR എന്ന് പറയുന്ന ചുരുങ്ങിയ ഫോർമുല നിങ്ങൾ പഠിച്ചാൽ മതി. റൈറ്റ്. ഇനി അടുത്ത പാരലൽ കോമ്പിനേഷനിലോട്ട് നമുക്ക് കിടക്കാം, സമാന്തരമായ രീതിയിലോട്ട് കിടക്കാം. അതിനകത്തും ഇതുപോലെ രണ്ട് ഫോർമുലാസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ജനറൽ ഫോർമുലയാണ് 1/R ഈക്വൽ ടു അല്ലെങ്കിൽ 1/R എഫക്റ്റീവ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ് ഡോട്ട് പ്ലസ് 1/RN. എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം. സപ്പോസ് നമ്മുടെ രണ്ട് റെസിസ്റ്റേഴ്സ് ആണ്, പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ നിസ്സാരമായ ഒരു ഫോർമുല കൂടി അതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. R എഫക്റ്റീവ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതാണ് ഏറ്റവും സിമ്പിളായ ഫോർമുല. അതിനു പുറമെ എല്ലാ പ്രതിരോധങ്ങളും ഈക്വൽ ആണ്, ഐഡന്റിക്കൽ ആണെങ്കിൽ നമുക്ക് അവിടെ അതിനേക്കാളും ബെറ്റർ ആയ ഒരു ഫോർമുലയുണ്ട്. R എഫക്റ്റീവ് ഈക്വൽ ടു R/N. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്, പ്രതിരോധങ്ങളുടെ എണ്ണമാണ്. സോ ഇത്രയും ഫോർമുലാസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നിങ്ങളുടെ A4 ഷീറ്റിനകത്ത് എഴുതി വെക്കണം. തുണ്ട് പേപ്പറിൽ എഴുതി വെക്കുകയല്ല, മറിച്ച് ഒരു വലിയൊരു A4 ഷീറ്റിൽ ഈ പറയുന്ന ഫോർമുലാസ് എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഇനി അടുത്തത് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള അടുത്തൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ്റെ സെഗ്മെന്റ് ആണ് പവർ എന്ന് പറയുന്നത്. അവസാനത്തെ ഒരു സെഗ്മെന്റ് ആയിട്ട് പവറെ നമുക്ക് കൺസിഡർ ചെയ്യാം. പവറിനകത്തുള്ള ഫോർമുലാസ് പഠിക്കാൻ നിസ്സാരമാണ്. ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ P ഈക്വൽ ടു VI, P ഈക്വൽ ടു I²R, അതുപോലെ തന്നെ P ഈക്വൽ ടു V²/R. ഈ ഫോർമുലാസിന് പ്രത്യേകതകളുണ്ട്. കാരണം നമ്മുടെ ഹീറ്റിൻ്റെ ഫോർമുലാസിൽ നിന്നെല്ലാം T എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ പവറിൻ്റെ ഫോർമുലാസ് കിട്ടും. ഹീറ്റിൻ്റെ ഫോർമുലാസ് ഓർമ്മയുണ്ടോ? H ഈക്വൽ ടു I²RTയും V²/R*Tയും VITയും ആയിരുന്നു. അതിൽ നിന്നെല്ലാം T എന്ന് പറയുന്ന സമയത്തെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പവറിൻ്റെ 3 ഫോർമുലാസ് ലഭിക്കും. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? റൈറ്റ്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ഓരോ ടേംസിനെയും പരിചയപ്പെടാം. P എന്ന് പറഞ്ഞാൽ പവറാണ്, V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്, I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. അത് നിങ്ങൾക്കറിയണം. സോ R റെസിസ്റ്റൻസ് ആണ്, T സമയമാണ്. T ഇല്ല അതിനകത്ത്, T നമ്മൾ ഒഴിവാക്കിയല്ലോ. സോ T അങ്ങ് ഒഴിവാക്കി. കറക്റ്റ്. ഈ പറയുന്ന ഫോർമുലാസ് ഒക്കെ മനസ്സിനകത്ത് വേണം. യൂണിറ്റ് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. പവറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടാണ്. ദ യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്. സോ ഫൈനൽ ആൻസർ എഴുതുന്ന സമയത്ത് ഈ വാട്ട് എല്ലാവരും എഴുതാൻ ശ്രമിക്കുക. സോ ഇത്രയും ഫോർമുലാസ് ആണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്. സോ ഇതിനകത്താണ് പലർക്കും കൺഫ്യൂഷൻ വരുന്നത്. സോ A4 ഷീറ്റിനകത്ത് എഴുതി കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻസ് ഒക്കെ തനിയെ മാറിപ്പോകും. അടുത്ത കാര്യം, സാറേ ഫോർമുലാസ് ഞങ്ങൾക്ക് എത്ര പഠിച്ചാലും ഒരു ചോദ്യം വരുമ്പോൾ അത് ഏത് പ്രോപ്പർ സ്റ്റെപ്പിലൂടെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത് എന്ന ധാരണ ഞങ്ങൾക്കില്ല. പലപ്പോഴും അവിടെയാണ് ഞങ്ങൾക്ക് പണി കിട്ടുന്നത്. അതെങ്ങനെയാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്? റൈറ്റ് മക്കളെ, ഏതെങ്കിലും ഒരു ചോദ്യം, ഒരു XYZ ഏതോ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യണം? അതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം. അത് ഒരു തവണ വായിച്ചാൽ പോരാ, 2 or 3 തവണ പ്രോപ്പറായിട്ട് നിങ്ങൾ ചോദ്യം വായിച്ചിരിക്കണം. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇതേ പ്രൊസീഡിങ്സ് നിങ്ങൾ എക്സിബിറ്റ് ചെയ്താൽ മതി. സോ പ്രോപ്പർലി ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും റീഡ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഗിവൺ ഡാറ്റ. ചോദ്യത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ നൽകിയിരിക്കുന്നത് ആ ഗിവൺ ഡാറ്റ ഒന്ന് എടുത്തെഴുതുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, അതിനെ സ്റ്റാൻഡേർഡ് യൂണിറ്റുകളിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, സപ്പോസ് സമയം മിനിറ്റിലോ മണിക്കൂറിലോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഏതിലോട്ട് മാറ്റണം? സെക്കൻഡിലോട്ട് മാറ്റണം. സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അടുത്ത കാര്യം, ആ ചോദ്യത്തിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കുക. വാട്ട് വി ഹാവ് ടു ഫൈൻഡ്. അതിന് സഹായകമാവുന്ന ഫോർമുലാസ് ഏതൊക്കെയാണ് അതെടുത്ത് എഴുതി വയ്ക്കുക. നമുക്ക് ആ പറയുന്ന ഗിവൺ ഡാറ്റയും കണ്ടുപിടിക്കുന്ന പാരാമീറ്റേഴ്സും മനസ്സിലാക്കിയിട്ട് അവ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുല ഏതാണ് ആ ഫോർമുല എഴുതി വയ്ക്കുക. ദെൻ അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഏറ്റവും അവസാനത്തെ റിസൾട്ടാണ്. സോ ഈ പറയുന്ന പ്രോപ്പർ പ്രൊസീഡിങ്ങിലൂടെ വേണം നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിനെ എല്ലാം അപ്രോച്ച് ചെയ്യേണ്ടത്. എന്തായാലും മക്കളെ, എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് കിട്ടിയെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ വീഡിയോ വർത്താണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഫോർമുലാസും അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനെ ഭയപ്പെടുന്ന കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളിലോട്ടും നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോനെ പറ്റിയുള്ള വിലയേറിയ ഫീഡ്ബാക്കുകൾ ഉറപ്പായും താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങളുടെ കമൻറ്റുകൾ നോക്കിയാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോ കണ്ടന്റുകൾ ഏത് രൂപത്തിൽ വേണം എന്നുള്ള കാര്യം ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ റിക്വയർമെന്റ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. അതുപോലെ തന്നെ ഈ വീഡിയോ എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യം ഉറപ്പായും കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ ഗൈസ്, ലവ് യു ഓൾ. ബൈ.